ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പാൽക്കപ്പേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ആദ്യം കുറച്ച് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മിക്സ്ഡ് ജാറിലേക്ക് 2 പച്ചമുളകും കുറച്ച് കുഞ്ഞുള്ളി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കപ്പയിലുള്ള വെള്ളമൊക്കെ ഇതേപോലെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ആ കപ്പ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നല്ലോണം അതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സിമ്മിലിട്ട് കൊടുത്ത ശേഷം നല്ലോണം ഇതൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് വെള്ളാവാനും പാടില്ല, നല്ലോണം കട്ടിയാവാനും പാടില്ല. അങ്ങനെയാണ് കേട്ടോ പാൽക്കപ്പ ഉണ്ടാവുക. ഇതുപോലെ ആവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് വറുത്തിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതി. വെറുതെ കഴിക്കാനും അതുപോലെ നോൺ വെജിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.